സദ്വീകരണം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനാഞ്ജലി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അമൃതാഞ്ജലി ഗുരു ദേഹവിധേയം ചെയ്തതിന് ശേഷം, അതായത് 1999 ശേഷം മെയ് 6 ശേഷം ഗുരുവിൻ്റെ പരമ്പരയിലുള്ള പ്രാർത്ഥന അമൃതാഞ്ജലി തിരുത്തി പ്രിൻ്റ് ചെയ്യിപ്പിച്ചു, ആൾക്കാരെ കൊണ്ട് ചൊല്ലിച്ചു. അത് പല ഘട്ടങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലെ പ്രാർത്ഥനകളിൽ ആ ഒരു വ്യത്യാസം വരുത്തിയത് കൊണ്ട് നമ്മൾ അത് ആ ഒരു പ്രാർത്ഥനാഞ്ജലി ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ എങ്ങനെയായിരുന്നു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലേക്ക് അതിനെ മാറ്റി പ്രാർത്ഥനാഞ്ജലി പ്രിൻ്റ് ചെയ്തു. അങ്ങനെ പ്രിൻ്റ് ചെയ്ത പ്രാർത്ഥനാഞ്ജലിയാണിത്. പക്ഷേ അതിലും ഒരു ചെറിയ തെറ്റ് കടന്നുകൂടി. ഇതിൻ്റെ ദേവദേവാദിനാഥ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥനയുടെ അവസാന പാരഗ്രാഫിൻ്റെ മുമ്പിൽ ജീവകോടി പ്രളയ പ്രകാശിത ശോഭ ഇന്നലെ ഏന്തിലും ഉത്ഭുത സ്ഥൂലമോ അതിസൂക്ഷ്മമോ മാമിതൾ താമര ഇങ്കൽ നിൻ പൂർണ്ണ ദർശനം എന്ന് ഉള്ള ആ പാരഗ്രാഫിൽ അമൃതാഞ്ജലി തിരുത്തിയത് നമ്മൾക്കത് പ്രിൻ്റ് ചെയ്തപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തതിൽ തിരുത്താൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥനാഞ്ജലി ഒരുപാട് വിശ്വാസികൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു തെറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പുതിയ പ്രാർത്ഥനാഞ്ജലി ഇപ്പോൾ ആ തെറ്റ് കൂടി തിരുത്തിക്കൊണ്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ആ ഒറ്റ പാരഗ്രാഫിൽ വന്ന തെറ്റിനാണ് നമ്മൾ ഈ പ്രാർത്ഥനാഞ്ജലി രണ്ടാമത് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനാഞ്ജലി ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഉള്ള ബുക്കിൽ അതേ പ്രാർത്ഥനാഞ്ജലി തന്നെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാർത്ഥനാഞ്ജലിയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്, ഈ കവർ പേജുള്ള. അപ്പോൾ ഇതല്ല, ഇനി നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നവർക്ക് ഞാൻ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴി അവർക്ക് ബുക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ ബുക്കിനെ മാറ്റി ഈ പ്രാർത്ഥനാഞ്ജലി ബുക്ക് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഞാൻ അയച്ചു തരാതെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഞാൻ അവർക്ക് പുതിയ കോപ്പി, ആ തെറ്റ് തിരുത്തിയ കോപ്പി അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബുക്കിൻ്റെ മധ്യഭാഗത്ത് 14ാമത്തെ പേജിലാണ് ഏറ്റവും താഴെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫാണ്. ഞാനിവിടെ കൊടുക്കാം. അതിൽ വന്ന തെറ്റെന്താണെന്നുള്ളത് ആ ഒരൊറ്റ പാരഗ്രാഫ് ആ ബുക്കിനെ മെൻഷൻ ചെയ്ത് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി കിട്ടാനുള്ളവർ ഇതല്ല പ്രാർത്ഥനാഞ്ജലി, ഇതിലൊരു തെറ്റ് വന്നിട്ടുണ്ട്, ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനാഞ്ജലി. അപ്പോൾ ഇതൊന്നും എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ സബ്ഡ്യൂസറാണ്.